Hello, welcome to the next session on improper integrals. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് കണ്ടിരുന്നു. രണ്ട് തരത്തിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻഫിനിറ്റ് ആവുന്ന കേസ്, അതായത് ഒന്നുകിൽ a ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ -∞ ടു b ഓർ -∞ ടു ഇൻഫിനിറ്റി, ഈ രീതിയിൽ ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്ന ഫോമാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ എ തുടങ്ങി ബി, ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഇൻ്റഗ്രേഷനിൽ a തുടങ്ങി b വരെയുള്ള ആ ഇൻ്റർവെല്ലിലെ എവിടെയെങ്കിലും ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്ന കേസ്, അതായത് ഫംഗ്ഷൻ ഹാസ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് സം പോയിൻറ്റ്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഈ രണ്ട് കേസുകളിലാണ് നമ്മൾ ഇൻ്റഗ്രലിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക. ദെൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് വിത്ത് ഇൻഫിനിറ്റ് ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ചില ഇല്ലസ്ട്രേഷൻസ് ആണ്, ചില സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് വാല്യൂസ് ഓഫ് പി ഫോർ വിച്ച് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁻p dx കൺവേർജസ്. സോ ഇത് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് കേസുകളായിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ p = 1 എടുക്കണു, രണ്ടാമത്തെ കേസിൽ p ≠ 1 എടുക്കണു. ഇങ്ങനെ രണ്ട് കേസായിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം 1/x⁻p ഇൻ്റഗ്രൽ p = 1 ആകുമ്പോഴും p ≠ 1 ആകുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്, ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് കേസായിട്ട് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. p = 1. p = 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁻p dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx ആവും. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് സെയിം ആസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x dx. 1/xൻ്റെ ഇൻ്റഗ്രൽ log x ആണ്. സോ ദിസ് ഇസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി log x between 1 to b. That means limit b tends to infinity log b minus log 1. We know that log 1 is equal to 0. Limit b tends to 0 log b എന്ന് പറയുന്നത് that is infinity. So ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁻p dx എന്ന് പറയുന്ന ഇൻ്റഗ്രൽ when p is equal to 1 it is not finite, so that this improper integral diverges when p is equal to 1. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. p ≠ 1 ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വരിക? p ≠ 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁻p dx എന്ന് പറയുന്നത് again by definition this is limit b tends to infinity integral 1 to b 1/x⁻p dx. 1/x⁻p is same as x⁻p. x⁻p യുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ x⁻p plus 1 divided by -p plus 1 or x⁻1 - p divided by 1 - p between limits 1 to b. അതിൽ നമുക്ക് ലിമിറ്റ് b tends to infinity എന്ന് ലിമിറ്റ് എടുക്കണം. This is same as limit b tends to infinity 1/1 - p is a constant, take it outside. Then x-ന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ b⁻1 - p minus 1. ഇതിലിപ്പോൾ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് കരുതുക, ഓർ p ലെസ് ദാൻ, ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. p നെഗറ്റീവ് ആണ്, p ലെസ് ദാൻ 1 ആണെന്ന് കരുതുക. ദെൻ 1 - p എന്ന് പറയുന്നത് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ്. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ബിയുടെ പവറായിട്ട് വരുന്ന 1 - p എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലിമിറ്റ് എടുക്കേണ്ടത് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. സോ ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ b⁻1 - p എന്ന് പറയുന്നതും ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോവുക. സോ നമുക്ക് ഈ കേസിൽ ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ ഇൻഫിനിറ്റി -1 എന്ന് വരും. ഇൻഫിനിറ്റി -1നെ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. ആ കോൺസ്റ്റൻറ്റും ഇവിടെ നമുക്ക് എന്താ വരിക,
പി ലെസ് ദാൻ 1 ആണ് എടുത്തിരിക്കണേ. സോ 1 മൈനസ് പി പോസിറ്റീവ് ആണ്. സോ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻഫിനിറ്റി -1 ഫോമിലാണ് ഇവിടെ നമുക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്നത്. സോ ഈ കേസിൽ നമുക്ക് ലിമിറ്റ് വരിക ഇൻഫിനിറ്റിയാണ്. ഇനി നമുക്ക് പി ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ 1 മൈനസ് പി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ബി പവർ 1 മൈനസ് പി എന്ന് പറയുന്നതിലെ ഈ പവർ നെഗറ്റീവാണ്. പവറായിട്ട് വന്നിരിക്കുന്ന 1 മൈനസ് പി നെഗറ്റീവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബി ഡിനോമിനേറ്ററിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. സോ ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ബി റേസ് ടു 1 മൈനസ് പി എന്ന് പറയുന്നത് വിൽ ഗോ ടു 0. സോ ആ കേസിൽ നമുക്ക് ലിമിറ്റ് എന്ത് വരും? ദിസ് വിൽ ഗോ ടു 0. വാട്ട് റിമെയിൻസ് ഇസ് -1. സോ -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് പി. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ല ഇൻ്റഗ്രലിന് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ ഡൈവേർജസ് വെൻ പി ലെസ് ദാൻ 1. പക്ഷേ പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. സോ ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1 ദ ഗിവൺ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇസ് കൺവേർജൻറ്റ്. അപ്പോൾ രണ്ട് കേസും കൂടി കൺക്ലൂഡ് ചെയ്ത് നമുക്കിങ്ങനെ പറയാം: ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് റേസ് ടു പി ഡി എക്സ് കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അടുത്ത പ്രോബ്ലം: ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കെ ഫോർ വിച്ച് integral 0 to infinity e power minus kx dx converges. ഇവിടെ ഞാൻ രണ്ട് കേസായിട്ട് തന്നെയാണ് എടുക്കണേ. ഫസ്റ്റ് കേസിൽ ഞാൻ അസ്യൂം ചെയ്യാണ് k ഈക്വൽ ടു 0. k ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e പവർ മൈനസ് kx dx വിൽ ബി സെയിം ആസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു b. When you give value k equal to 0, this will be e power 0, which is 1. So integral 0 to b 1 dx. 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x ആണ് കിട്ടുക. ബിറ്റ്വീൻ ലിമിറ്റ് 0 ടു b എന്ന് പറയുമ്പോൾ b മൈനസ് 0. വെൻ b goes to 0, b goes to infinity, this will go to infinity. So when k equal to 0, this improper integral diverges. ഇനി കെ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കരുതുക. കെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് കെ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമുക്കതിനെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ പവർ മൈനസ് കെ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇ പവർ മൈനസ് കെ എക്സ് എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കിട്ടുക ഇ പവർ മൈനസ് കെ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് കെ എന്നാണ്. സോ -1/k ഞാൻ ഔട്ട് സൈഡ് എടുത്തു. വാട്ട് റിമൈൻസ് ഇസ് ഇ പവർ മൈനസ് കെ എക്സ് ബിറ്റ്വീൻ ലിമിറ്റ് 0 ടു ബി ആസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഇസ് സെയിം ആസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി -1/k. ദെൻ വെൻ വി ഗിവ് വാല്യൂ ഇറ്റ് വിൽ ബി 1/e റേസ് ടു കെ ബി -1. ഇതിൽ നമ്മൾ ലിമിറ്റ് എടുക്കുന്നത് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. ഇവിടെ കെ പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് കെ ഈസ് പോസിറ്റീവ്, 1/e പവർ കെ ബിയിൽ ഈ ഇ പവർ കെ ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ തന്നെയാണ്. ഓക്കെ, ഡിനോമിനേറ്ററിലാണ് ഇവിടെ ഇ പവർ കെ ബി ഉള്ളത്. ആൻഡ് ബി ഗോസ് ടു ഇൻഫിനിറ്റി. ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഇ പവർ കെ ബി വിൽ ഗോ ടു ഇൻഫിനിറ്റി. സോ 1/e പവർ കെ ബി വിൽ ബി converging to 0. So what remains is -1 here. So -1/k into -1 is 1/k. So if k is positive, we get a finite value. Now what happens if k is negative? If k is negative, we will get 1/e power kb. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പവർ നെഗറ്റീവ് ആണ്. പവർ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ വെൻ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പവർ കെ ബി വിൽ ഗോ ടു 0. ഓക്കെ, ഇ പവർ കെ ബി 0യിലേക്കാണ് പോകുന്നതെങ്കിൽ 1/e പവർ കെ ബി വിൽ ഗോ ടു ഇൻഫിനിറ്റി. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ ഗെറ്റ്
ഇവിടെ കെ നെഗറ്റീവാണെന്ന് എടുത്തിട്ടുണ്ട്. സോ 1/kയും നെഗറ്റീവാണ്. ദിസ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. 1/k ഈസ് നെഗറ്റീവ്. ഇവിടെ ഒരു മൈനസും കൂടി ഉള്ളത് കൊണ്ട് പോസിറ്റീവാണ്. സോ ദ ലിമിറ്റ് വിൽ ബി ഇൻഫിനിറ്റി. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് k = 0 ആണെങ്കിൽ ഡൈവർജൻ്റ് ആണ്, k <0 ആണെങ്കിലും ഡൈവർജൻ്റ് ആണ്. പക്ഷേ k <0 ആണെങ്കിൽ വി ആർ ഗെറ്റിംഗ് എ ഫൈനൈറ്റ് വാല്യൂ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് integral 0 to infinity e power minus kx dx converges for k greater than 0 and diverges if k less than or equal to 0. Now our next problem is evaluate integral 0 to infinity cos x dx. Integral 0 to infinity cos x dx is limit b tends to infinity integral 0 to b cos x dx. Cos x ന്റെ integral sin x ആണ് between limit 0 to b as b tends to infinity. So we will get this is limit b tends to infinity sin b minus sin 0. b ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും ഈ sin b എന്ന് പറയുന്നത് -1നും 1നും ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ലേ, അതിങ്ങനെ -1നും 1നും ഇടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നുണ്ടാവുക. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ബി എന്ന് പറയുന്ന ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ആ ഇൻ്റഗ്രൽ ഡൈവർജൻ്റ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Our next problem is evaluate integral -infinity to 0 x e power x dx. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റിലാണ് നമുക്ക് -infinity വന്നിരിക്കുന്നത്. സോ ഇൻ്റഗ്രൽ -infinity to 0 x e power x dx is limit a tends to -infinity integral a to 0 x e power x dx. നമുക്ക് x e power xൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതിന് ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ഇസ് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫങ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. സോ നമ്മൾ ആ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യണം. ഐ വിൽ ടേക്ക് ഫസ്റ്റ് ഫങ്ഷൻ ആസ് എക്സ്. സോ ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇ പവർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ പവർ എക്സ് തന്നെ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇറ്റ് ഈസ് ഇ പവർ എക്സ് ഇറ്റ് സെൽഫ്. സോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ എക്സ് എന്ന് പറയുന്നത് വീണ്ടും ഇ പവർ എക്സ് തന്നെയാണ്. സോ ആക്ച്വലി വി ആർ ഹാവിങ് എക്സ് ഇ പവർ എക്സ് മൈനസ് ഇ പവർ എക്സ്, അതായത് എക്സ് -1 ഇ പവർ എക്സ്. ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇ പവർ എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ -infinity to 0 x e power x നമ്മളിവിടെ പറഞ്ഞു ദിസ് ഇസ് ലിമിറ്റ് a ടെൻസ് ടു -infinity ഇൻ്റഗ്രൽ a to 0 x e power x dx which is same as ലിമിറ്റ് a ടെൻസ് ടു -infinity ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇതാണ് x -1 e power x ബിറ്റ്വീൻ ലിമിറ്റ് a to 0. അപ്പോൾ ആദ്യം നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുത്തു. സോ 0 - 1 e power 0 it is -1 minus then put x is equal to a -1 e power a. ഇതിൽ a is going to -infinity. സോ ഇവിടെ നമുക്ക് എന്താ ഉള്ളത് നോക്കാം. ദിസ് ഇസ് -1. ഇവിടെ നമുക്ക് ലിമിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. പിന്നെ a വരുന്നത് സെക്കൻഡ് ടേമിലാണ്. സോ മൈനസ് ലിമിറ്റ് a ടെൻസ് ടു -infinity a -1 ഡിവൈഡഡ് ബൈ ഇ പവർ -a എന്ന് ഞാൻ എഴുതുകയാണ് ഇതിനെ. അപ്പോൾ ഇവിടെ a ഈസ് ഗോയിങ് ടു -infinity. സോ ന്യൂമറേറ്റർ വിൽ ഗോ ടു -infinity -1. ഓക്കെ, ഓർ ഇറ്റ് ഇസ് -infinity. താഴെയാണെങ്കിലും നമുക്ക് a ഈസ് ഗോയിങ് ടു -infinity. So minus a will go to plus infinity. E power infinity is going to infinity. So ഇതിപ്പോൾ നമുക്ക് -infinity by infinity ഫോം ആണ്. So apply L'Hopital's rule. L'Hopital's rule പ്രകാരം നമുക്ക് this limit will be same as limit of derivative of the numerator divided by derivative of the denominator. So that we will get -1 minus
limit a tends to minus infinity, derivative of the numerator with respect to a is 1 divided by e power minus a derivative minus e power minus a. Okay, ഇപ്പോൾ here you have minus 1, then minus of minus will be plus. Limit a tends to minus infinity, 1 by e power minus a is same as e power a. As a tends to minus infinity, e power a will go to e power minus infinity. Okay, as limiting case, when a goes to minus infinity, e power a will go to 0. So what remains is minus 1. So integral of this function is minus 1. So നമുക്ക് തന്നിരിക്കുന്ന ഈ മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് ഇ പവർ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണ്. Now evaluate integral minus infinity to infinity 1 by 1 plus x square dx and interpret the result geometrically. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, നമുക്ക് ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഇൻ്റർവെൽ നമുക്ക് രണ്ട് സൈഡിലും ഇൻഫിനിറ്റിയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 1 by 1 plus x square dx പ്ലസ് ഇൻ്റഗ്രൽ 0 to infinity 1 by 1 plus x square dx. ഇനി ഈ രണ്ട് ഇൻ്റഗ്രൽസും കൺവെർജൻ്റ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവെർജൻ്റ് ആണ്. ഇതിൽ ഒരെണ്ണമെങ്കിലും ഡൈവർജൻ്റ് ആയാൽ തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവർജൻ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ ലോവർ ലിമിറ്റിൽ മാത്രമേ നമുക്ക് ഇൻഫിനിറ്റി ഉള്ളൂ, അതുപോലെ സെക്കൻഡ് ഇൻ്റഗ്രലിലാണെങ്കിൽ അപ്പർ ലിമിറ്റിൽ മാത്രമേ ഉള്ളൂ. സോ ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ്. സോ ഫസ്റ്റ് ഇൻ്റഗ്രലിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു 0 1 by 1 plus x square dx. രണ്ടാമത്തെ ഇൻ്റഗ്രലിനെ എനിക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to b 1 by 1 plus x square dx എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് 1 by 1 plus x square എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് x ആണ്. സോ ദിസ് ഇസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് x ബിറ്റ്വീൻ ലിമിറ്റ്സ് a to 0 പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ടാൻ ഇൻവേഴ്സ് ഓഫ് x ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 to b, which is same as limit a tends to minus infinity tan inverse of 0 minus tan inverse of a plus limit b tends to infinity tan inverse of b minus tan inverse of 0. Now tan inverse of 0 is 0. ഇനി ഇവിടെ പിന്നെ നമുക്കുള്ളത് tan inverse of a as a tends to minus infinity. അപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്കൊരു മൈനസ് ഉണ്ട്. വെൻ എ ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് എ വിൽ ഗോ ടു മൈനസ് പൈ ബൈ 2. ഇവിടെ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഈസ് പൈ ബൈ 2. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്. സോ വി വിൽ ഗെറ്റ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 വിച്ച് ഇസ് പൈ. ഇവിടെ രണ്ട് ഇൻ്റഗ്രൽസും കൺവേർജൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവെർജൻ്റ് ആണ്. ആൻഡ് value of this improper integral is sum of the values of these two integrals. So pi by 2 plus pi by 2 is pi. അപ്പോൾ നമ്മൾ കഴിഞ്ഞില്ല. We have one more question here. Interpret the result geometrically. റിസൾട്ട് ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 1 plus x square എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരുന്നാലും എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 1 plus x square എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ 1 by 1 plus x square എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ. പോസിറ്റീവ് ഫംഗ്ഷൻ മീൻസ് ഇറ്റ്സ് ഗ്രാഫ് ലൈസ് എബവ് ദ എക്സ് ആക്സിസ്. ഓക്കെ, സോ ത്രൂ ഔട്ട് ദ ഡൊമെയിൻ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. വി മേ ഇൻ്റർപ്രറ്റ് ദ ഇൻ്റഗ്രൽ വാല്യൂ ആസ് area of the region under the graph of f on minus infinity infinity. നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻഡ് ഏരിയ ഫോംഡ് ബൈ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ആക്സിസ്
ദെൻ ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഇവിടെ എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി. ദെൻ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ആൻഡ് എക്സ് ആക്സിസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷനാണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. സോ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ പൈ ആണ് എന്നുള്ളതാണ് നമ്മുടെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണിത്. സോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.